ഹലോ ഫ്രണ്ട്സ്, അപ്പോസ് യാത്രികൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം പുതിയൊരു രാജ്യം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോയാലും ഈ ഇന്ത്യക്കാർക്ക് ഈവൻ ഇന്ത്യയിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഇമിഗ്രേഷൻ പ്രശ്നമില്ല, ഇമിഗ്രേഷനെക്കാട്ടിയും പ്രശ്നമാണ് ഈ എയർലൈൻസുകാരുണ്ടല്ലോ അവരുടെ ചെക്കിങ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഞാൻ വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പോകുന്ന സ്ഥലം, അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ എന്താ വെച്ചതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു വട്ടം നല്ല രീതിയിലൊക്കെ ചെക്ക് ചെയ്തു. കംപ്ലീറ്റ് കാര്യങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ഫ്ലൈറ്റ് എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ബാംഗ്ലൂർ വന്ന് ഇവിടെയും കയറുന്നതിന് മുന്നേ എയർലൈൻ്റെ സ്റ്റാഫാണെന്ന് ആലോചിക്കണം. നമുക്ക് 2 ബോർഡിംഗ് പാസ്സും ഒക്കെ കിട്ടിയതാണ്. ഡൊമസ്റ്റിക്കിൻ്റെ ഇൻ്റർനാഷണലിൻ്റെയും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയാണ്. അപ്പോൾ എയർലൈൻ സ്റ്റാഫ് വീണ്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് വീണ്ടും ചെക്ക് ചെയ്യുക? അത് ട്രാൻസിറ്റിൽ വീണ്ടും ചെക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അവരാണെങ്കിൽ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അവരുടെ ഈ എയർലൈൻസിൻ്റെ ആപ്പിലൊക്കെ കയറി അതെല്ലാം ചെക്ക് ചെയ്ത് അത് കൺഫേം ടിക്കറ്റാണോ അല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഹോട്ടൽ പെയ്ഡാണോ എന്ന് ചോദിക്കുന്നു, എത്ര ഡോളർ, എത്ര ക്യാഷ് ക്യാരി ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നു, എത്ര ദിവസത്തേക്കാണെന്ന്. അതായത് ബേസിക്കലി ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇമിഗ്രേഷനിൽ വന്ന സമയത്ത് അവരാണെങ്കിൽ എവിടെ പോകുന്നു, എന്തിന് പോകുന്നു, ഓക്കെ അത്രയേ ഉള്ളൂ. എന്നാൽ റിട്ടേൺ ഇത്രയും കാര്യങ്ങളെ അവർ ചോദിച്ചോളൂ. വലിയൊരു എസ്കലേറ്ററാണേ ഇത്. താഴെ പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊന്ന് കയറി വരണം. ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ പിന്നെ എസ്കലേറ്റർ ഇല്ല. ആ സൈഡിലായിട്ട് ആ ഒരു കോർണറിലായിട്ട് ഒരു 2 ലിഫ്റ്റുണ്ട്. അതുവഴി കയറി മുകളിലേക്ക് വരണം. അതാണ് മാർഗം. മൗറീഷ്യസിൽ പോകാനായിട്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇൻഡിഗോയിൽ പോകാനായിട്ട് ഇല്ല. ഇതിപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഗേറ്റിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആൾക്കാരൊന്നും ഇല്ല. ഒരു 10-20 പേരിനകത്ത് 10-20 ഇല്ലാന്ന് തോന്നുന്നു. നോട്ടെ, ഒരു 10-30 പേര് കാണുമെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 5-5.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മൗറീഷ്യസിലെത്തിയിരിക്കുകയാണ്. മൗറീഷ്യസിലെ ഇമിഗ്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വലിയ സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ബേസിക്കലി ഹോട്ടൽ ബുക്കിംഗ് നോക്കി, എല്ലാ ദിവസത്തെയും ഹോട്ടൽ ബുക്കിംഗ് മസ്റ്റായിട്ട് നോക്കി. പിന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കയറുമ്പം ഇൻഡിഗോയുടെ സ്റ്റാഫ് ടിക്കറ്റ് കൺഫേം ആണോ എന്നൊക്കെ നോക്കിയിരുന്നു. ഇവരങ്ങനെ നോക്കിയില്ല. പക്ഷേ അല്ലാതെ ഇവരും റിട്ടേൺ ടിക്കറ്റും ഫ്ലൈറ്റ് ബുക്കിംഗ് മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈമാണോ മൗറീഷ്യസിൽ വരുന്നതെന്ന് ചോദിച്ചു. അതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. അങ്ങനെ ഒരു 5 മിനിറ്റിനകത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സീലും ചെയ്തു തന്നു പാസ്പോർട്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ഹെൽത്ത് ഫോം എന്നും പറഞ്ഞുകൊണ്ട് ഒരു 3 കൗണ്ടർ, ചെറിയ കൗണ്ടർ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ ഇരിക്കും. അപ്പം അവർ നമ്മൾ ഏത് ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്, എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നു, അമ്മാതിരി കാര്യങ്ങളൊക്കെ ചോദിക്കും. പാസ്പോർട്ട് നമ്പർ, നമ്മുടെ പേരുമൊക്കെ അവർ തന്നെ ഫില്ല് ചെയ്യും. പക്ഷേ അവരുടെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു മൗറീഷ്യസ് ഡിജിറ്റൽ അറൈവൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്കും ഒരു QR കോഡും ഒക്കെ വെച്ച് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്രയും സൗകര്യം, അത്രയേ ഉള്ളൂ. അഥവാ നമ്മൾ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇമിഗ്രേഷൻ ചെല്ലുന്ന സ്ഥലത്തും ഈ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതിനെ പറ്റി എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ അവിടെ നിന്നൊരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഫില്ല് ചെയ്യേണ്ട, അത് നിങ്ങളുടെ ഇമിഗ്രേഷൻ ഓഫീസർ അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. അത് കഴിഞ്ഞ് ഹെൽത്ത് ചെക്കിൻ്റെ സ്ഥലത്ത് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അവർ പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഫില്ല് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർ തന്നെ എല്ലാം അത് അവരുടെ സിസ്റ്റത്തിൽ നമ്മളോട് അടുത്ത് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ പാസ്പോർട്ട് മേടിച്ചു. എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ഈ ഹെൽത്ത് കൗണ്ടറിലെ കാര്യമായി പറയുന്നത്. എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ. ഏത് സ്ഥലത്താണ് ചോദിച്ചു. ഹോട്ടലിൻ്റെ പേര് ചോദിച്ചു. അത്രയേ ഉള്ളൂ. മേ ബി സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമയത്തിനെക്കാട്ടി 1.5 മണിക്കൂർ പിറകിലോട്ടാണ്. അപ്പോൾ ഇവിടെ 9 മണി ആയിട്ടുണ്ട്. പിന്നെ എയർപോർട്ട് വൈഫൈ എനിക്ക് കിട്ടുന്നില്ല. എന്തോ സെർവർ എറർ എന്നാണ് പറയുന്നത്. ഇനി എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ഉദ്ദേശം ഒരു സിം എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന വഴിയിൽ തന്നെ
വന്ന് ഇറങ്ങി പറഞ്ഞിട്ട് തന്നെ ടൂറിസ്റ്റ് സിമ്മിൻ്റെ ഒരു 2-3 കൗണ്ടറുണ്ട്. ടെലികോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് മൈറ്റി, പിന്നെ എംടെൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മണി എക്സ്ചേഞ്ച് ഉണ്ട്, ഷിബാനി എന്ന് പറഞ്ഞിട്ട്. ഷിബാനി ഇവിടെ മൗറീഷ്യസിലെ ഫേമസ് ആയിട്ടുള്ളൊരു മണി എക്സ്ചേഞ്ചിങ് ഒരു സ്ഥാപനമാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ അവർ 0 കമ്മീഷനൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതായത് അത് കമ്മീഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റേറ്റ് 45.78 ഇവർ തരുന്നത് 45.3 ഓക്കെ. അത് എല്ലാവരും സ്റ്റാൻഡേർഡ് റേറ്റ്, ഒരേ റേറ്റാണ്, കമ്മീഷൻ ഇല്ല എന്നൊക്കെ പറയുന്നു. ഇവിടെ ചേഞ്ച് എക്സ്പ്രസിൻ്റെ വേറൊരു കൗണ്ടറുണ്ട്. അത് തോമസ് കുക്കിൻ്റെ പക്ഷേ എല്ലാവരും 45.30 ഇവിടെ റേറ്റായിട്ട് പറയുന്നത്. ഇവിടെ മൗറീഷ്യസ് ബാങ്കിൻ്റെ MCB ഇവിടുത്തെ ഒരു വലിയ ബാങ്കാണ്. ആ ബാങ്കിൻ്റെ റേറ്റ് വളരെ കുറവാണ്, 45.06 ഇവിടെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൗണ്ടേഴ്സും ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ എന്തെങ്കിലും നമുക്ക് ടൂർ പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ആ കാണുന്ന 18, 19 ഒക്കെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൗണ്ടേഴ്സാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വരുന്ന ആൾക്കാർ ഈ റിസോർട്ടിലൊക്കെ റൂം ബുക്ക് ചെയ്തിട്ട് വരുന്നവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ മാൽദീവ്സിലൊക്കെ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. റിസോർട്ടുകാരുടെ തന്നെ കറസ്പോണ്ടിങ് കൗണ്ടർ എയർപോർട്ടിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ റിസോർട്ടിൽ വരുന്നവരുടെ അവരുടെ ഫാമിലി ആരാണ് വരുന്ന ആ ഡീറ്റെയിൽസ്, മെയിൻ ഗസ്റ്റിൻ്റെ പേര് വരെ ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് യാക്കൂബ് ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെൽക്കം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെക്സ് റിസോർട്ട് അതിൻ്റെയൊക്കെ കൗണ്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മെറീഡിയൻ്റെ കൗണ്ടറുണ്ട്. അപ്പോൾ ഇതെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇവർ തന്നെ നമ്മളെ ഹാൻഡിൽ ചെയ്ത് ഭദ്രമായിട്ട് ഹോട്ടലിലെത്തിക്കുക. അതാണ് സംഭവം. പിന്നെ നമുക്ക് കുറച്ച് കാശ് എക്സ്ചേഞ്ച് ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. 5G ടൂറിസ്റ്റ് സിമ്മിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 200 GB ഡാറ്റ 30 ദിവസത്തേക്ക് 15 എന്തോ കറൻസിയാണ്, യൂറോ ആണെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ അൺലിമിറ്റഡ് ലോക്കൽ SMS അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ ഈ സിമ്മും ഉണ്ട്, അല്ലാത്ത ഫിസിക്കൽ സിമ്മും ഉണ്ട്. രണ്ടിനും സെയിം റേറ്റാണ് ഇവിടെ പറയുന്നത്. മൗറീഷ്യൻ റുപ്പയിൽ 150 മൗറീഷ്യൻ റുപ്പ എന്നാണ് പറയുന്നത്. നമ്മുടെ 600 രൂപയാണ്. വലിയൊരു പ്രശ്നമുള്ള ഒരു റേറ്റല്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് സിമ്മ് എടുക്കുവാണ്. അങ്ങനെ ഒരു സബ്ബൊക്കെ വാങ്ങിച്ച് ഇടയ്ക്ക് യാത്രയുടെ ഇടയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സബ്വയൊക്കെ വാങ്ങിച്ച് അതിനുശേഷം ഇനി അടുത്ത് ഒരു കാറ് റെൻറ്റിന് എടുക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറക്റ്റ് ക്യാഷ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ നമ്മൾ എന്തോ ക്രെഡിറ്റ് കാർഡിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുമെന്നാണെന്ന് തോന്നുന്നു. ഇത്ര എമൗണ്ട് അവർ ബ്ലോക്ക് ചെയ്ത് വെക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ എയർപോർട്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ പുറവശം ഔട്ട്സൈഡ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വെളിയിൽ തന്നെ പല കമ്പനികളുടെ കാർ റെൻ്റൽ കൗണ്ടേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഏതെന്ന് നോക്കണം, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് നല്ലൊരു വണ്ടി നമുക്കെടുക്കാം, ഒരു ചെറിയ വണ്ടി. ഈ കിടക്കുന്നതൊക്കെ റെൻ്റലിനുള്ള വണ്ടികളാണെന്ന് തോന്നുന്നു. നമുക്കൊരു കുഞ്ഞു വണ്ടിയുടെ ആവശ്യമേ ഉള്ളൂ. അവിടെ വേറെ കൗണ്ടേഴ്സുണ്ട്, എല്ലാം കൗണ്ടേഴ്സാണ്. ഹേർട്സ്, സിക്സ്റ്റ്, മൈ കാർ റെൻ്റൽ, ഫസ്റ്റ് കാർ റെൻ്റൽ, യൂറോപ്പ് കാർ, പിൻകോയിൻ. അപ്പോൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൻ്റെ ആവശ്യമില്ല. ഫുൾ ഇൻഷുറൻസ് കവറാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റഡ് ആണ്. നമ്മുടെ ഓലയാണോ എന്നറിയില്ല. ഓല മൗറീഷ്യസ് എന്നും പറഞ്ഞുകൊണ്ടും ഇവിടെ ഒരു സംഭവമുണ്ട്. അതും കാർ റെൻറ്റിന് കൊടുക്കുന്ന സാധനമാണ്. പിൻകോയിൻ കാർ റെൻ്റലിലാണ്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിൻകോയിൻ കാർ റെൻ്റലിനാണ് കൂടുതൽ റേറ്റിങ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി അതിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. Hello. Hello. Yeah, I'm looking for a car. We have 7-seater right now, sir. Oh, small cars you don't have. I am the only person. My bed is too big. Okay. Unless if you like a big car. Okay. What I will do with that. Okay, thank you. അപ്പോൾ നമ്മുടെ പിൻകോയിൻ കാറിൽ വലിയ കാറ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയ കാറൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇതിനടുത്ത് നമുക്ക് അടുത്ത ആളുടെ അടുത്ത് പോവാം. KD മൗറീസ് എന്ന് പറയുന്ന ഒരു കാർ റെൻ്റൽ ഷോപ്പിൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അവിടെ നിന്ന് തന്നെ നമ്മളൊരു ഓൾട്ടോ എടുത്തൊക്കെയാണ്. അപ്പോൾ 1500 മൗറീഷ്യൻ റുപ്പിയാണ് അവർ പറയുന്നത്. 1500 എന്ന് പറയുമ്പോൾ 3000 രൂപ, 4 ദിവസത്തേക്ക് 12000 രൂപയാണ്.
അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കുറച്ച് കൂടുതലാണ്, പക്ഷേ ഏകദേശം എല്ലാവരും ആ ഒരു റേറ്റൊക്കെയാണ് പറയുന്നത്. അതിലൊന്നും ആരും കുറയ്ക്കുന്നില്ല. ഞാൻ 1-2 കൗണ്ടേഴ്സിലൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു. പിന്നെ നെറ്റിൽ ഇതിൻ്റെ ഈ ഒരു ഫോമിൻ്റെ റേറ്റിങ്ങും ഒക്കെ നോക്കി. അപ്പോൾ സംഗതിയെല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കൗണ്ടർ കേട്ടോ, AKD മൗറീഷ്യസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാറും സ്കൂട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇവിടെ. പിന്നെ നമ്മൾ ഈ കൊണ്ടുപോകുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് അതുപോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് 25,000 മൗറീഷ്യൻ റുപ്പീസ്, ഏകദേശം നമ്മുടെ 50,000 രൂപ കണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കുറച്ച് എമൗണ്ടും ബ്ലോക്ക് ചെയ്ത് വച്ചേക്കും, ഒരു ഡിപ്പോസിറ്റായിട്ട്. അതും നമുക്ക് തിരിച്ച് കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട, വണ്ടി റെൻറ്റിനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വേറെ അങ്ങനെ വലിയ നൂലാമാലകളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ വണ്ടി എടുക്കാം, എയർപോർട്ടിൽ തന്നെ തിരിച്ചും ഏൽപ്പിക്കാം. അപ്പോൾ ഞാൻ 4 ദിവസത്തേക്കുള്ള കണക്കിലാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴാണ് എൻ്റെ തിരിച്ചുള്ള ഫ്ലൈറ്റ്. അപ്പോൾ 5-ാമത്തെ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി തിരിച്ചേൽപ്പിക്കും. അതാണ് നമ്മുടെ ഡീലെന്ന് പറയുന്നത്. ഓക്കെ, ഇട്ടൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഫോമൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോകാം. കീ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് ലോട്ടിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോകാനായിട്ട് ആ പുള്ളി വരികയാണ്. ഈ ചേട്ടനാണ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യം. We have parking have reserved for us. How you see how write the heads here? This is the company name. Okay. For us, we write AKD. Okay. You park your cars and you come inside. The deposit is here first. It will be easy for you. Yeah. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഏത് കമ്പനിയുടെ വണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഹേർട്സിൻ്റെ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടേത് AKD ആണ്. AKDയുടെ ആ ഡെസിഗ്നേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അവരുടെ ഓഫീസിൽ വന്ന് സാധനം കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സ്മൂത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് കറക്റ്റ് അവിടെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് 12,000 ഇന്ത്യൻ രൂപയാണ് ഏകദേശം ആയിരിക്കുന്നത്. 3% കാർഡ് പേയ്മെൻ്റ് ആയിരുന്നത് കൊണ്ട് 3% സർവീസ് ചാർജ് വന്നു. ഫുൾ ടാങ്ക് ഫ്യൂവല് നമുക്ക് അടിച്ച് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാറ് ചെക്ക് ചെയ്യാൻ പോവാണ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ചെയ്യുന്നത് പോലെയാണ്, നമ്മൾ ഫുള്ള് വീഡിയോ ഒക്കെ എടുക്കുക. എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അവരുടെ അടുത്ത് പറയും, ഇതൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ പറയും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലെത്തി, അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു എഗ്രിമെൻറ്റിലൊക്കെ എത്തിയിട്ട് നമ്മൾ സെറ്റായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് പരിപാടി. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാക്സി കിട്ടും. ടാക്സി നല്ല റേറ്റാണ് ഇവിടെ. വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സിറ്റി സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഇവിടെ ബസ് വരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഇവിടെ അങ്ങനെ ഒരുപാട് ബസ്സൊക്കെ വരുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. ഇവിടെ വരുന്ന വഴിക്ക് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി പാർക്കിംഗ് സൈഡിലോട്ട് വരുമ്പോഴാണ് ഈ സംഭവം കാണാൻ നമുക്ക് പറ്റുന്നത്. അവിടെയാണ് എക്സിറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയും ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പുറത്ത് പോകുന്നു. നമ്മുടെ വണ്ടിയാണ് ദൂരെ എവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, 2734 ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ കുഞ്ഞു വണ്ടി. ഈ വണ്ടിയാണ് നമ്മുടേത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം. കണ്ടീഷനൊക്കെ This is normal because it's a small tire. See how pressure. It's a new tire. New tire is good. Okay. Okay. Normally, you will see the small scratches like this. You see, we have the varnish and the paint inside. So if it is like this on the varnish, we polish it, will go on. This is okay. Will not take your money, 25,000 for something like this. Just if you have big damages, dent or damage or broken thing. Okay. Okay. So you are recording, huh? Yeah. Okay. Yeah, something like this. It's a dent. ഇവിടെ ചെറിയ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യാണ്. ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ വണ്ടി
ഒരഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. എയർപോർട്ടിൽ നിന്ന് ഒരു 50-60 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളൊരു കുഞ്ഞു വണ്ടിയാണ് എടുത്തത്, മാരുതിയുടെ. അപ്പോൾ ഇന്ത്യൻ വണ്ടികളൊക്കെ ഒരുപാട് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ വണ്ടിയൊക്കെ എടുത്ത് 3000 രൂപയാണ് പെർ ഡേ കേട്ടോ, നമ്മുടെ രൂപ. 4 ദിവസത്തേക്ക് ഒരു വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എയർപോർട്ടിൽ നിന്നൊരു എനിക്ക് തോന്നുന്നു ഒരു 60 കിലോമീറ്റർ അടുപ്പിച്ച് ഉണ്ട്, 55 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. വഴിയെല്ലാം സ്മൂത്തായിരുന്നു. ആൾക്കാരും ഡ്രൈവിങ്, ആൾക്കാരുടെ ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. റാഷ് ഡ്രൈവിംഗ് ആണെന്നൊക്കെ ഞാൻ വായിച്ചായിരുന്നു ചിലർ, ഇവിടുത്തുകാർ. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും വളരെ സമാധാനപ്രിയരായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ, അങ്ങനെ ആവശ്യമില്ലാത്ത ഓവർടേക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ റൗണ്ട് അബൌട്ട്സ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അത് മാത്രമേ എനിക്കൊരു ചെറിയ ഇതായിട്ട് തോന്നിയുള്ളൂ. അതും കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതും സെറ്റായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു. അപ്പോൾ നമ്മളിനി ഇവിടെ റിസോർട്ടിലൊക്കെ കയറി മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ചും ഉണ്ടെന്ന് പറയുന്നു. ബെല്ലെ മാരെ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം അവിടെയാണ് നമ്മളിപ്പം റൂം എടുത്തിരുന്നത്. 2 ദിവസം നമ്മളിവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ കാറ് ചിലർ ഡിപ്പോസിറ്റ് എമൗണ്ട്, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കും, 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും. ചിലർ ഡിപ്പോസിറ്റ് എമൗണ്ട് മേടിക്കും, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ 25,000 മൗറീഷ്യൻ റുപ്പീസ് പ്ലസ് അതിൻ്റെ ഒരു 15% സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ചാർജ് ചെയ്യും. പിന്നെ നമ്മുടെ പാസ്പോർട്ടൊന്നും മേടിച്ച് വയ്ക്കത്തില്ല. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അവർ ചെക്ക് ചെയ്യും, നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യും, അതിൻ്റെ ഒരു കോപ്പി അവരെടുത്ത് വെക്കും. പിന്നെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാഷിലും പേ ചെയ്യാൻ പറ്റും, നമുക്ക് കാർഡിലും പേ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് നമുക്ക് തരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത കുറച്ച് വീഡിയോകൾ നമുക്ക് മൗറീഷ്യസിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.